ആരാണ് എൻ്റെ അമ്മയും സഹോദരരും? ദൈവഹിതം നിറവേറ്റുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും എന്ന് ഈശോ പറയുക. നമ്മൾ ഒരു കൂട്ടുകാരൻ എന്ന് പറയാൻ എളുപ്പമാണ് ഇല്ലേ? കൂട്ടുകാരൻ, അവൻ എൻ്റെ ചങ്കാണ്, എൻ്റെ കൂട്ടുകാരനാണ് എന്നൊക്കെ പറയും. കൂട്ടുകാരോട് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ പറയും നമ്മൾ, മാതാപിതാക്കളോട് എന്നതിനേക്കാൾ. നമ്മൾ വിചാരിക്കും കൂട്ടുകാരെപ്പോഴും കൂടെ ഉണ്ടാകും. ഒരു ആശുപത്രി കാര്യം വന്ന് നോക്ക്, ഒന്ന് കൂടെ ഇരിക്കാൻ കൂട്ടുകാർ ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. രാവും പകലും നമ്മുടെ കൂടെ ഇരിക്കാൻ വീട്ടുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ. കൂടെ ഇരിക്കുന്നവരാണ് വീട്ടുകാർ, കൂടെ ഇരിക്കുന്നവരാണ് വീട്ടുകാർ. ഈശോയുടെ കൂടെ ഇരിക്കുന്നവരാണ് ഈശോയുടെ വീട്ടുകാർ. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു മേഖലയിൽ കുറച്ചുകൂടി അകലമുണ്ടെന്ന് കരുതുന്നു. ഈശോയുടെ അപ്പനും അമ്മയും സഹോദരങ്ങളുമാകാൻ ഉള്ള വിളിയാണ്. ഈശോയുടെ കൂടെ ഇരിക്കുന്നവരാണ് ഈശോയുടെ അപ്പനും അമ്മയും സഹോദരങ്ങളും. ഈശോയുടെ ഇഷ്ടം നിറവേറ്റുന്നവരാണ്. ഈശോയുടെ കൂടെ ഇരിക്കുക. ഈശോയ്ക്കറിയാം ആരാ കൂടെ ഉള്ളതെന്ന്. നമ്മുടെ എല്ലാവരുടെയും മനസ്സറിയുന്ന ഈശോയ്ക്കറിയാം ആരാ ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളതെന്ന്. ഈ പരിശുദ്ധ ബലിയർപ്പണ സമയത്തും എൻ്റെ കൂടെ ഉള്ളത് ആരാണെന്ന് ഈശോയ്ക്കറിയാം. ഈ തീർത്ഥാടനം നടത്തുമ്പോഴും ആരാ എൻ്റെ കൂടെ ഉള്ളതെന്ന് ഈശോയ്ക്കറിയാം. മാതാവിനും അറിയാം. ഈ മരിയൻ തീർത്ഥാടനം നടത്തുമ്പോൾ മാതാവിനോട് ചേർന്ന് തമ്പുരാനെ വിളിക്കുന്നത് ആരാണെന്ന് മാതാവിനും അറിയാം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ പരിശോധിക്കാം. കൂടെ ഇരിക്കാനുള്ള കൃപ തരണമേ ഈശോയെ. നിൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും അങ്ങനെ ഒരു പദവി, അങ്ങനെ ഒരു പേരിനെങ്കിലും ഞങ്ങളൊന്ന് അർഹരാക്കണമേ.